നിർമ്മല ജിമ്മി കിടങ്ങൂർ പഞ്ചായത്തിലൂടെയാണ് തന്റെ പര്യടനം തുടരുന്നത്. മോൻസ് ജോസഫ് പല കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് നിർമ്മലയോട് കൂടി ചോദിക്കാം. എന്താണ് ഈ പുറത്തു നിന്നൊന്നൊരു സ്ഥാനാർത്ഥിയാണ് നിർമ്മല ജിമ്മി എന്നാണ് മോൻസ് ജോസഫ് പറയുന്നത്. എന്താണ് അതിന് മറുപടി? ഞാൻ ജനിച്ചതും വളർന്നതും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കടുത്തുരുത്തിയിൽ തന്നെയാണ്. എൻ്റെ അമ്മ വീടും അതുപോലെ വല്യമ്മ വീടും എൻ്റെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കടുത്തുരുത്തിയിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ എല്ലാ തരത്തിലും കടുത്തുരുത്തിയുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുള്ള ഒരു പ്രദേശം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ 5 വർഷം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കുറവലങ്ങാട് ഡിവിഷനിൽ നിന്നും വിജയിച്ച് 2 വർഷം പ്രസിഡന്റായും അതുപോലെ 5 വർഷം മെമ്പറായും ഇരുന്നുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കടുത്തുരുത്തിയിൽ ഞാൻ അന്യാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഒരു കാര്യം, മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമാണ് കടുത്തുരുത്തി എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, UDFന്റെ കേന്ദ്രമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഓരോ പ്രദേശത്തേക്കും കടന്നു ചെന്നപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകരും അതുപോലെ CPM CPI അടക്കമുള്ള LDFന്റെ പ്രവർത്തകരും വളരെ ആവേശത്തോടു കൂടിയാണ് എന്നെ സ്വീകരിച്ചത്. യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസ് വികാരമുള്ള ഒരു മണ്ഡലം തന്നെയാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മാണി ഗ്രൂപ്പിന്റെ ശക്തി ഇത്തവണ തെളിയിച്ചു കൊടുക്കും. അപ്പം തീർച്ചയായും പാലായിലും കടുത്തുരുത്തിയിലും മാണി ഗ്രൂപ്പിന്റെ ശക്തി ഈ പ്രാവശ്യം കാണിച്ചു കൊടുക്കാൻ പാലായിൽ ശ്രീ ജോസ് കെ മാണിക്കും കടുത്തുരുത്തിയിൽ എനിക്കും സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ അദ്ദേഹം പറഞ്ഞത് 10,000-ൽ കൂടുതൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടും. കഴിഞ്ഞ തവണ എതിർ സ്ഥാനാർത്ഥിക്ക് കേവലം ചിഹ്നമൊക്കെ വേറെ 2-ലേക്ക് പോയി. ആ പ്രതിസന്ധി ഉണ്ടായിരുന്നുകൊണ്ടാണ് 4,000-ലേക്ക് ചുരുങ്ങിയതെന്നാണ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 10,000 ഒന്നുമല്ല, 10,000-നൊക്കെ മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. സഭകൾ പറഞ്ഞ ഒരു കാര്യവും ചെയ്തു കൊടുക്കാത്ത ഒരു സർക്കാരാണ് ഇടത് സർക്കാർ എന്നും മോൻസ് ജോസഫ് ചൂണ്ടിക്കാണിക്കും. ഈ അധ്യാപന നിയമനം, ഭിന്നശേഷി അധ്യാപന നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് പറയുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് ഇന്ന് അത് ആ നിയമനം മുഴുവൻ പാസാക്കി കൊടുത്ത് അതിന്റെ മുഴുവൻ കടമ്പകളും കടന്ന് ഏതാണ്ട് ഒരു 2,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ നിയമനം അംഗീകരിക്കപ്പെട്ട് അവർക്ക് അത് കൃത്യമായിട്ട് ചെയ്തു കൊടുത്ത ഒരു ഗവൺമെന്റാണ് എന്നെനിക്ക് പറയുവാൻ സാധിക്കും. വോട്ടിൽ അത് പ്രതിഫലിക്കും, തീർച്ചയായിട്ടും പ്രതിഫലിക്കും. ഈ സഭകൾ പക്ഷേ ബിഷപ്പുമാരുടെ സഭയുടെയൊക്കെ ശക്തി എന്തെന്ന് കേരള കോൺഗ്രസ് എം കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് മോൻസ് പറയുന്നത്. അത് മോൻസ് പറയുന്നത് പോലെ അല്ലല്ലോ. സഭയെ സംബന്ധിച്ചിടത്തോളം ഓരോ സഭ അതുപോലെ ഓരോ സമുദായം നോക്കുമ്പോഴും എല്ലാ സഭകളെയും സമൂഹങ്ങളെയും അതുപോലെ സമുദായങ്ങളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. അപ്പൊ നമുക്കറിയാം, ഓരോ കാര്യം എടുത്തു നോക്കിയാൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളുടെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതോടൊപ്പം കോൺവെന്റുകളിലേക്ക് കടന്നു ചെന്നാൽ സിസ്റ്റേഴ്സിന് 50 വയസ്സ് കഴിഞ്ഞ സിസ്റ്റേഴ്സിനുള്ള റേഷൻ കാർഡ്, ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ടല്ലേ നിർമ്മല ജിമ്മി ചെല്ലുമ്പോൾ? ഓരോ പ്രദേശത്തേക്കും കടന്നു ചെല്ലുമ്പോൾ LDF ചെയ്തു കൊടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും, അതുപോലെ നമ്മൾ പ്രവർത്തകർ വീട് കയറാൻ ചെല്ലുമ്പോൾ ഇങ്ങോട്ട് തന്നെ അവർ പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് അത് കൃത്യമായി ഓരോ മാസവും ഞങ്ങളുടെ കൈകളിൽ എത്തുന്നു എന്ന് ആവേശത്തോടുകൂടി ആളുകൾ പറയുന്നത് കേൾക്കുകയാണ്. അതുപോലെ വീട്ടമ്മമാരെ സംബന്ധിച്ച്, അതായത് എന്തായാലും ഒരു 10,000-നപ്പുറം ഭൂരിപക്ഷം നിർമ്മല പ്രതീക്ഷിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. 10,000-ന് മുകളിലേക്ക് അത് എത്ര എന്ന് എനിക്ക് പറയുവാൻ സാധിക്കുന്നില്ല. വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കടുത്തുരുത്തിയിൽ മത്സരിക്കും. കടുത്തുരുത്തിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ സ്ഥാനാർത്ഥി വരുന്നത്. അപ്പം അതുകൊണ്ട് പല തരത്തിലും ചെല്ലുമ്പോൾ വനിതകൾ വളരെ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നു. അവരുടെ ശബ്ദം, വനിതകളുടെ ശബ്ദം, അതുപോലെ കുട്ടികളുടെ ശബ്ദം, ഇതൊക്കെ നിയമസഭയിൽ എത്തിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കും. അവരെയൊക്കെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസം അവരുടെയൊക്കെ പ്രവർത്തനത്തിലും അതുപോലെ വാക്കുകളിലും എനിക്ക് കാണുവാൻ സാധിക്കുന്നു.
എന്തായാലും മോൻസ് ജോസഫ് പറയുന്ന ഭൂരിപക്ഷം 10,000 വോട്ടാണ്. നിർമ്മല പറയുന്നതും 10,000-ന് മുകളിലുള്ള വോട്ടാണ്. ആരുടെ അവകാശവാദമാണ് വസ്തുതയാകാൻ പോകുന്നതെന്ന് മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. കടുത്തുരുത്തിയിൽ നിന്നും പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.